സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബോർഡുകളാണ് PET ലാമിനേറ്റ്. ഇത് ബെൻഡ് റെസിസ്റ്റൻ്റ് ആണ്. WPC ബോർഡുകൾ പല കളറുകളിൽ മാർക്കറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ഇത് വുഡൻ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. WPC 3 ലെയർ ബോർഡുകളിൽ നമുക്ക് പ്ലെയിൻ കളേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ ഡിസൈൻസ് പോസിബിൾ അല്ല. കാരണം WPC 3 ലെയർ ബോർഡുകൾ വരുന്നത് അത് പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ 3 ലെയറായിട്ട് ഫോം ചെയ്ത് വരും. അപ്പോൾ അതിൽ പ്ലെയിൻ കളേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അഡീഷണൽ ഡിസൈൻസ് വേണമെന്നുള്ളൊരു അതിനൊരു സൊല്യൂഷനായിട്ട് ഡെൻവുഡ് ചെയ്തേക്കുന്നത് PET ലാമിനേറ്റ്സ് ചെയ്തിട്ടുള്ള ബോർഡുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ PET ലാമിനേറ്റ്സ് ഇപ്പോൾ നമുക്ക് നിലവിൽ വുഡൻ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്, മാർബിൾ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്കുള്ളതിൽ 0.65 ഡെൻസിറ്റിയുള്ള ബോർഡുകളിലാണ് നമ്മൾ PET ലാംപ്സ് ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊസസിങ് ആയിട്ട് തന്നെ നമുക്കത് റെഡിമെയ്ഡ് ആയിട്ട് രണ്ട് സൈഡും PET ലാമിനേറ്റ്സ് ഒരേ തിക്നെസ് ഉള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കാരണം അത് ബെൻഡ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഒരു പരിധി വരെ ഇപ്പോൾ നോർമലി ഇപ്പോൾ നമുക്ക് ലാമിനേറ്റ്സിലോ അല്ലെങ്കിൽ 3 ലെയർ ബോർഡുകളിൽ വരുന്നതിനേക്കാളും കുറച്ചും കൂടെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബോർഡുകളാണ് PET ലാമിനേറ്റ്സ്. വളരെ നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസാണ് മാർക്കറ്റിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. കാരണം ആളുകൾക്ക് വുഡൻ ഷെയ്ഡ്സ് അല്ലെങ്കിൽ മാർബിൾ ഷെയ്ഡ്സുള്ള ബോർഡുകൾ റെഡിമെയ്ഡായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഡയറക്റ്റും യൂസ് ചെയ്യാം. എഡ്ജ് ബാൻഡിങ് മാത്രമേ നമുക്ക് അതിന് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ.